ഹായ്, ഇത് നമ്മുടെ കാഞ്ഞിരമറ്റത്തുള്ള ഒരു 800 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതുമാതിരി വരും. മനോട്ടാ, ഇപ്പോൾ പെയ്യുന്ന മഴയിൽ എന്നും നമ്മൾ ന്യൂസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ പൊളിഞ്ഞു ചാടിയത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർക്ക് ഈ കോൺക്രീറ്റ് വീടിനോട് ഒരു താല്പര്യക്കുറവ് കണ്ടല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ഒരു 50% ആൾക്കാരുടെയും വിചാരം കോൺക്രീറ്റിൽ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചൂടാവുമെന്നാണ് ആൾക്കാർ പറയണത്. അതായത് കുറച്ച് ആൾക്കാർ കമൻറ്റിലൂടെ തന്നെ പറയണത് പഴം പുഴുങ്ങാനും അല്ലെങ്കിൽ നെല്ല് ഉണക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ്. അത്രയും ഹീറ്റായിരിക്കും ആ വീട്ടിൽ എന്നാണ് ഒരു 50% ആൾക്കാർ പറയണത്. പിന്നെ ഒരു 49% ആൾക്കാരുണ്ട്, അവർക്ക് അത്യാവശ്യം നോളേജും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ചിന്തിക്കണത് ഏത് രീതിയിലാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയണത് കോൺക്രീറ്റിൽ ഈ രീതിയിൽ വീട് നിർമ്മിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലവ് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കണ ഒരുപാട് വ്യക്തികളുണ്ട്. അതും നമ്മളെ കമൻറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ. ചില ആൾക്കാർ കമൻറ്റിൽ എഴുതാറുണ്ട്, ഞാൻ 5 വർഷം മുന്നേ ഇത് ആലോചിച്ചതാണ്, എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്യണില്ല എന്നുള്ളത്. അതൊക്കെ നമ്മളെ കമൻറ്റിൽ ഇതിന് മുന്നേ ഇഷ്ടം പോലെ പ്രാവശ്യം ആൾക്കാർ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ 1% ആൾക്കാരോ? അവിടെയാണ് നമ്മളെ ഇത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു കാര്യം. കാരണം കേരളത്തിൽ എത്ര കോടി ജനങ്ങളാണ്? 3.5 കോടി ജനങ്ങൾ എന്നാണല്ലോ ഇപ്പോഴത്തെ പറയണത്. അപ്പോൾ അതിൽ 50% പോയി, ബാക്കി ഒരു 49 പോയി. ബാക്കി എത്ര? 1%. ബാക്കിയുള്ള 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3,50,000 ആൾക്കാരാണ് ആകുള്ളത്. അതിൽ തന്നെ നമ്മൾക്ക് യൂട്യൂബിൽ ഏകദേശം ഒരു 5,000 ആൾക്കാർ, അതേപോലെ ഇൻസ്റ്റയിൽ ഒരു 11K, ഫേസ്ബുക്കിലൊരു 11K, അതായത് വെറും 25,000 പേർക്കേ ഉള്ളൂ ഈ രീതിയിൽ നമ്മൾ വീട് വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കേരളത്തിൽ അറിയാവുന്ന ആൾക്കാർ. അതിൽ തന്നെ നമ്മൾക്ക് ഈ 2 വർഷം കൊണ്ട് നമ്മൾക്ക് കിട്ടിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65ഓളം പ്രൊജക്റ്റാണ് നമ്മൾ കമ്മിറ്റ് ആയിരിക്കണത് ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ. അതിൽ നമ്മളൊരു 10-45ഓളം വീടുകൾ ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ 10-30 വീടുകൾ കയറി താമസിക്കും ചെയ്തു ആൾക്കാർ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൽ ഈ നമ്മളെ വീട്ടിൽ, അതായത് നമ്മൾ ചെയ്ത ഈ കോൺക്രീറ്റിൽ വീട്ടിൽ കയറി താമസിച്ച ഏതെങ്കിലും ഒരാൾ ഇതിൽ ചൂടാണെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത്? നേരെ മറിച്ച് ഈ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരാൾ പറയും ഇതിനുള്ളിൽ കയറി താമസിച്ച ചൂടാവുന്നത്. കല്ലിൽ വീട് വെച്ച ആൾക്കാരാണ് ഈ പറയുന്നത് ഇതിൽ കയറി താമസിച്ച ചൂടാവുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ വീട്ടിൽ ചൂടുണ്ടോ ഇല്ലേന്ന് പറയാൻ ആർക്കാണ് കറക്റ്റ് അർഹത? അതിൽ വീട് വെച്ച് താമസിച്ച ആൾക്കാരല്ലേ പറയേണ്ടത്. ഇനിയിപ്പോൾ ഞങ്ങൾ വെച്ചു കൊടുത്ത വീട്ടിലെ ആൾക്കാർ തന്നെ ഞങ്ങളോട് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയണ്ടേ ഇവർ പറയണതൊന്നും ശരിയല്ല, ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ചൂടുണ്ട് എന്നുള്ളത്? അതൊരിക്കലും നമ്മൾ ചെയ്ത് കൊടുത്ത വീട്ടിൽ ആരും പറയില്ല. പിന്നെ കൂടാതെ ഞങ്ങളും കോൺക്രീറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റെയർ കോൺക്രീറ്റിലാണ്. അതേപോലെ ഞങ്ങൾ ചെയ്തു കൊടുത്ത വീട്ടുകളിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അതേപോലെ നമ്മൾ മാത്യു സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിക്കാറുമുണ്ട്. എനിക്ക് ഏറ്റവും ഞങ്ങളുടെ വീട്ടിനേക്കാളും സുഖമായിട്ട് ഞാൻ പലപ്പോഴും സാറിനോടും മനോടിനോടൊക്കെ ഞാൻ പറയലില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും മാത്യു സാറിൻ്റെ അവിടെ. കാരണം അത്രയും സുഖമാണ് അവിടെ താമസിക്കാനും ഉറങ്ങാനും ഒക്കെ. അതായത് നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ താഴത്താണ് കിടക്കണത്. നമ്മളെ വീടിൻ്റെ അപ്സ്റ്റെയറാണ് കോൺക്രീറ്റ്. അത് അമ്മൂൻ്റെ അച്ഛനും അമ്മയാണ് കിടക്കണത്. അതെ. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ നെല്ല് പുഴുങ്ങാന്നോ അങ്ങനെ എന്തോ ഒരു സംതിങ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കമൻറ്റായിട്ട് അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഈ വീട്ടിലാണോ താമസിക്കണേ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾ ഒരു ദിവസമെങ്കിലും കോൺക്രീറ്റ് വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ തീരെ ഉറങ്ങാതെ ആയിട്ടാണോ നടക്കണേ എന്നൊക്കെ ഞാൻ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് ലൈക്കും കിട്ടി ആ കമൻറ്റിന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പേരും ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടില്ലല്ലോ. അതില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ആളും ചന്ദ്രനിൽ പോവാത്തത് കൊണ്ട് ചന്ദ്രന് ഇല്ലാണ്ടേ പോവോ? അതുണ്ടാവില്ലല്ലോ. 10-12 പേര് പോയിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പം നമ്മളെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ ആ രീതിയിലാണ് ചിത്രീകരിച്ചാൽ മതി. കാരണം അവർക്ക് അത്ര അതിനുള്ള ബുദ്ധി അവർക്ക്. അപ്പോൾ നമ്മളതിനെ കുറിച്ചിട്ടാണ് അന്തമാതിട്ടാണ് എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അതിൻ്റെ പിന്നാലെ കൂടും ഇല്ലേ? ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ, അതായത് നമുക്ക് ആകെ കാസർഗോഡ് ജില്ലയിലാണ് നമ്മളെ പ്രൊജക്റ്റ് ഇല്ലാത്തത്. പല ജില്ലകളിലും പ്രൊജക്റ്റ് കമ്മിറ്റ് ആയിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ കൂടി ഇവർക്കൊരു 100-200 കിലോമീറ്റർ ഡിഫറൻസിൽ കേരളത്തിൻ്റെ ആ തല മുതൽ ഈ തല വരെ നമ്മൾ ഇതേ രീതിയിൽ കോൺക്രീറ്റ് വീടുകൾ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് പോയിട്ട് കണ്ടിട്ടൊരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ
ഇത്രയും വീടുകൾ നമ്മൾ ചെയ്തു കൊടുത്തില്ലേ ഒരൊറ്റ വീട്ടുകാരന്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ക്ലയൻറ്റിനെയും 100% ഹാപ്പി ആക്കിയിട്ടൊന്നല്ല ഒരിക്കലും പിരിയണാണോ? അതല്ല. കാരണം നമ്മളെങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും അതുകൊണ്ടല്ലേ നമ്മൾ ഒരിക്കലും ഇപ്പോഴും ആൾക്കാർ ചോദിക്കും, എന്നെ വിളിക്കുമ്പോൾ എന്താ ചോദിക്കാറ്, ഫുൾ ഫിനിഷ് ചെയ്യുമോ എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരാളെ 100% ഹാപ്പി ആക്കാൻ പറ്റില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങളെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കോൺക്രീറ്റിൽ ചുമരുകൾ നിർമ്മിച്ചിട്ട് വീട് വയ്ക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടായ വർക്കുകൾ കംപ്ലീറ്റ് ഞങ്ങളിതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്. അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അയ്യോ ഇത് കോൺക്രീറ്റിൻ്റെ ചുമരാണ്, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു വർക്കും നമ്മളതിൽ വെക്കണില്ല. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൊജക്റ്റ്, അതായത് ഒരു വീട് ഫുൾ ഫിനിഷ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു വീട്ടിൽ ഒരു 6 മാസം നമ്മൾ സ്പെൻഡ് ചെയ്യണം, വേണ്ടേ? അത് വേണം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വീടിനാകെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 മാസമാണ്. അപ്പോൾ നമ്മൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യാം. പിന്നെ ബാക്കി ഇവർക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചില കോൺട്രാക്ടേഴ്സും ചില എൻജിനീയേഴ്സും ഉണ്ട്, വേറൊരാൾക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, അവരെ ഹെൽപ്പ് ചെയ്യൂല. അപ്പോൾ അങ്ങനെ നമ്മളെ വിളിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്താ പറയാറ്, ബാക്കിയുള്ള നമ്മൾ ബാക്ക് സപ്പോർട്ട് തരാമെന്ന് പറയും. അതായത് ഒരു ലേബറിനെ കൂട്ടാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ അർത്ഥം ഞങ്ങളെ ആ വർക്ക്, അതായത് ലേബേഴ്സിന് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. കാരണം നമുക്കത് ഫുള്ളായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന, കാരണം ഇപ്പോൾ നമുക്ക് തന്നെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ക്ലയൻറ്റ് അടുത്ത് ഫൈനൽ ടൈമിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾക്കും ബുദ്ധിമുട്ടാണ്. ഈ ലാഗ് വരുമ്പോൾ നമുക്ക് പല വീടുകളും കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് പോരാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ദൂരത്തുനിന്ന് പോയിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവരോട് പറയുന്നുണ്ട് നമുക്കൊരു അക്കോമഡേഷൻ വേണമെന്ന്. അതിപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിനാണെങ്കിൽ 2-3 മാസം മതി. നേരെ മറിച്ച് ഒരു ഫുൾ ഫിനിഷിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടൈൽസിൻ്റെ അളവിടുകയാണ്, ഇവർ അക്കോമഡേഷൻ കൊടുക്കണം, ഇവർ ഫുഡ് കൊടുക്കണം, വേണ്ടേ? ഇപ്പം നമ്മൾ ഇതൊക്കെ ഞങ്ങൾ ഫുഡ് എല്ലാ സാധനവും ഞങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങളെ വർക്കേഴ്സിന് ഞങ്ങളും ഈ ഇപ്പം നമ്മൾ തന്നെ പോകണമെങ്കിൽ നമ്മൾ ഹോട്ടൽ സ്റ്റേ നിൽക്കണോ? ഇതൊന്നും ക്ലൈൻ്റ് അല്ലല്ലോ തരുന്നത്, ഇത് ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇതിനൊക്കെ ചെയ്യണത്. അപ്പോൾ ഈ കാരണങ്ങളോടൊക്കെയാണ് ഞങ്ങൾ ഫുൾ ഫിനിഷ് എടുക്കാത്തത്. ഇനി അല്ല ഫുൾ ഫിനിഷ് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പെർ സ്ക്വയർ ഫീറ്റിന് 2500 രൂപയ്ക്ക് നമ്മൾ ചെയ്തൊരു വീടിൻ്റെ ഇതുണ്ട്, അതിൽ ഫുൾ ഫിനിഷ് വിത്ത് ഇൻറ്റീരിയൽ അടക്കം ആ രീതിയിൽ ഞങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് കല്ലിൽ 1800 തീരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണ് ലാഭം തോന്നിക്കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്താൽ മതി. അവിടെയാണ് നീ ഫസ്റ്റ് ചോദ്യത്തിനുള്ള മറുപടി. കല്ലിൽ ചെയ്ത വീടല്ലേ ഈ മഴ പെയ്യുമ്പോൾ പൊളിയണത് കാണുന്നത്, അല്ലേ? നമ്മളും ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് വീടുകൾ. നമ്മൾ മരിക്കോളോ അതേപോലെ 100 കൊല്ലാണ് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നത്. മഴ പ്രളയോ എന്തേലും ഉണ്ടായിട്ട് നമ്മളെ വീട് തകരുകയോ അതിനെന്തേലും പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ വീട്ടുകാർക്ക് നമ്മൾ വീടാണ് വെച്ച് കൊടുക്കും. നമ്മുടെ ഒരു വീട് വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഇതാണ് ഞങ്ങളെ ഗ്യാരണ്ടി. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഗ്യാരണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞങ്ങൾ വെച്ച് കൊടുത്ത വീട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ. കോൺക്രീറ്റിൽ ഞങ്ങൾ വെച്ച സ്ട്രക്ചറിന് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ കാര്യമായിട്ടാണ് പറയണത്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ലയന കൺസ്ട്രക്ഷൻ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് ആ വീട് ഒന്നുമില്ലെങ്കിൽ നേരെയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രളയം വന്നിട്ട് തകരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ വെച്ച് തരും. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ആയതുകൊണ്ട് മാത്രമാണ്, വേണ്ടവർ മാത്രം വെച്ചാൽ മതി.